ഹായ് ഹലോ കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി കാർ വാങ്ങിയതിനെപ്പറ്റി വിശദമായി സംസാരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. സച്ചിയല്ലേ ശരിക്കും കാർ വാങ്ങിയത്? നിന്റെ കയ്യിൽ മാല കെട്ടി ഇത്രയും പൈസ എങ്ങനെ വന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ രേവതിയോട് ശ്രുതി ചോദിക്കുന്നു. എന്നാൽ താനാണ് കാർ വാങ്ങിയതെന്ന് രേവതി പറഞ്ഞിട്ടും അത് സമ്മതിക്കാൻ ശ്രുതി കൂട്ടാക്കുന്നില്ല. പിന്നെയും അനാവശ്യമായി രേവതിയുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളിലും ശ്രുതി ഇടപെടുകയാണ്. ഇത് കണ്ട് വർഷ അങ്ങോട്ട് വന്നു. വർഷ പറയുകയാണ്, ശ്രുതി ചേച്ചിക്ക് തീരെ മാനേഴ്സില്ല. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊക്കെ എല്ലാവരോടും പറയണമെന്നുണ്ടോ? കൂടാതെ രേവതി ചേച്ചിക്ക് എന്താ കാർ വാങ്ങിക്കൂടെ? കാർ വാങ്ങിയാൽ എന്താണ് കുഴപ്പം? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വർഷ ശ്രുതിയോട് ഉന്നയിക്കുന്നു. സച്ചിയേട്ടനും രേവതി ചേച്ചിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും, അതിനർത്ഥം അവർ തമ്മിൽ സ്നേഹമില്ല എന്നല്ല എന്നുകൂടി പറഞ്ഞതോടുകൂടി ശ്രുതി ആകെ ചമ്മി നാറി നിൽക്കുകയാണ്. ഒരു ചായയും കുടിച്ച് രേവതിക്ക് കൺഗ്രാറ്റ്സും പറഞ്ഞ് ശ്രുതി പെയ്യനെ സ്ഥലം കാലിയാക്കി. രേവതി കാർ വാങ്ങിയതോടുകൂടി സത്യത്തിൽ ശ്രുതിയാണ് പെട്ടിരിക്കുന്നത്. ശ്രുതിക്ക് ബിസിനസ് തുടങ്ങാൻ പണം കണ്ടെത്തണമെന്ന് ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞ് പണം വാങ്ങിത്തരാനാണ് ചന്ദ്ര ശ്രുതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് വരാനിരിക്കുകയാണ്. ഈ ചടങ്ങിനോടൊപ്പം ശ്രുതിയുടെയും കൂടി ചടങ്ങ് നടത്തണമെന്നും ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ചടങ്ങുകൾക്കൊക്കെ ശ്രുതിയുടെ അച്ഛനും കുടുംബക്കാരും നിർബന്ധമായും പങ്കെടുക്കണമെന്നും ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്. മലേഷ്യൻ അച്ഛൻ എന്നൊക്കെ തള്ളിമറിച്ചിട്ടിട്ട് ഇനി ശ്രുതി എവിടുന്ന് അച്ഛനെ കൊണ്ടുവരാനാണ്? വർഷയും ശ്രീകാന്തിനെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് മഹിമ ഈ ചടങ്ങ് നടത്തുന്നതെങ്കിലും പണി കിട്ടിയത് ശ്രുതിക്കാണ്. ശ്രുതി ഇക്കാര്യങ്ങളെല്ലാം മീരയോട് പറഞ്ഞു. ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് മീര പറയുന്നിടത്ത് വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.